നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഡക്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ എന്താന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ വരുന്ന രണ്ട് ടൈപ്സ് ഓഫ് ട്രാൻസ്ഡ്യൂസർ ആണ് ലീനിയർ വാരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസർ ഓർ ട്രാൻസ്ഫോമർ ഓർ റൊട്ടേഷണൽ വാരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ RVDT എന്ന് പറയുന്നതും LVDT എന്ന് പറയുന്നതും. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് LVDT എന്താണെന്നുള്ളത് നോക്കാം. LVDT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നമ്മൾ ഇൻഡക്റ്റൻസ് ട്രാൻസ്ഡ്യൂസറിൽ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോമർ ആണ് അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസർ ആണ് ഇൻ LVDT എന്ന് പറയുന്നത്. വൈഡ്ലി യൂസ്ഡ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ടു ട്രാൻസ്ലേറ്റ് ദ ലീനിയർ മോഷൻ ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. ഇതിൽ എന്തൊക്കെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ്, ലീനിയർ മോഷൻസ്, സ്ട്രെയിറ്റ് ലൈൻ മോഷൻസ്, ഇങ്ങനെയുള്ളതിനൊക്കെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഡ്യൂസർ ആണ് LVDT എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ. പാസീവ് ട്രാൻസ്ഡ്യൂസർ എന്താണെന്ന് നമുക്കറിയാം. എന്താ പാസീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഗീവ്സ് എ എക്സ്റ്റേണൽ പവർ. ഒരു എക്സ്റ്റേണൽ പവർ നമ്മൾ അതിലേക്ക് കൊടുക്കണം, എങ്കിലാണ് പാസീവ് ട്രാൻസ്ഡ്യൂസർ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്ന് നോക്കാം. ഇവിടെ നോക്കാം, ഇത് ഒരു LVDT ആണ്. ഓക്കെ, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു പ്രൈമറി കോയിൽ ഉണ്ടായിരിക്കും. ഈ സെൻട്രലിൽ കാണുന്നത് പ്രൈമറി കോയിൽസ് ആണ്. രണ്ട് സെക്കൻഡറി കോയിൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ രണ്ട് സെക്കൻഡറി കോയിൽസും ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി ഇതിന്റെ ഇടയിൽ ഒരു പ്രൈമറി കോർ ഉണ്ടായിരിക്കും, ഒരു എന്താ പറയുക, സോഫ്റ്റ് ടേം കോർ ഉണ്ടായിരിക്കും, ഒരു മൂവിങ് കോർ ഉണ്ടായിരിക്കും. ഈ മൂവിങ് കോർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇതിന്റെ ഔട്ട്പുട്ടിൽ വാരിയൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക് സിഗ്നലിൽ വാരിയൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഔട്ട്പുട്ട് കോർ സെൻട്രലാണ് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു പ്രൈമറി കോയിലിന്റെ അടുത്താണ് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? രണ്ടിലും സെയിം ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും രണ്ട് സെക്കൻഡറി കോറിലേക്കും പാസ് ചെയ്യാം. ഇവിടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്നുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നടക്കുന്നത്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഈ രണ്ട് സെക്കൻഡറി കോയിൽസും ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുക. അതായത് ഒന്ന് ലെഫ്റ്റിലേക്കാണെങ്കിൽ മറ്റേത് റൈറ്റിലേക്കായിരിക്കും ടേണിങ് വരുന്നത്. ഓക്കെ, സീരീസ് ആൻഡ് ഓപ്പോസിറ്റ് ഫാഷനിലാണ് ഈ രണ്ട് സെക്കൻഡറി കോയിൽസും വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു ആനിമേഷൻ വീഡിയോസ് ഒന്ന് നോക്കി നോക്കാം. Explanation the construction and working of LVDT. ഓക്കെ, ഇതിൽ എങ്ങനെയാണ് നടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കാം. LVDT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീനിയർ വാരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസർ ഓർ ട്രാൻസ്ഫോമർ. നമുക്കറിയാം ഇറ്റ് ഈസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ ആണെന്നുള്ളത് നമുക്കറിയാം, വിച്ച് മെഷേഴ്സ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു സോഫ്റ്റ് ടേം കോറിനകത്ത് എന്താണ് ഈ പ്രൈമറി കോറും സെക്കൻഡറി കോയിൽസും കണക്ട് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും LVDT ഉണ്ടാവുക. 2 സെക്കൻഡറി കോയിൽസ് ഹാവിങ് ഈക്വൽ നമ്പർ ഓഫ് ടേൺസ്. രണ്ടിലും ഈക്വൽ നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദെൻ ഇതിനെ കണക്ട് ചെയ്യുന്നത് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും രണ്ട് സെക്കൻഡറി കോയിൽസും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു സെൻട്രൽ കോർ ഉണ്ടായിരിക്കും. ഈ കോറ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ വാരിയൻസ്. ഇപ്പോൾ അത് പ്രൈമറി കോയിലിന്റെ അവിടെയാണ് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ രണ്ട് സെക്കൻഡറി കോയിലിലേക്കും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ടിനെ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് രണ്ട് സ്ഥലത്തും എന്തായിരിക്കും? സെയിം റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക. E0 is equal to ES1 minus ES2. This one ES1, secondary coil 1 and secondary coil 2. ഓക്കെ, ഇനി കോർ അറ്റ് സെന്റർ ആണെന്നുണ്ടെങ്കിൽ രണ്ടിലും സെയിം ഔട്ട്പുട്ട് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. സോ ES1 is equal to ES2 എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇനി നമ്മൾ ഈ കോറിനെ ഒന്നിങ്ങോട്ട് മൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. ആദ്യം റൈറ്റിലേക്ക് ഒന്ന് മൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ES2ന്റെ അടുത്തേക്കായിരിക്കും അത് പോവുക.
ES2ന്റെ അവിടെ പോകുമ്പോൾ എന്തായിരിക്കും, ഏതിനായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുതലുണ്ടാവുക? ES1 ഈസ് ലെസ് ദാൻ ES2. ES1 കുറവായിരിക്കും, ES2 ആയിരിക്കും ഗ്രേറ്റർ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ES1 മൈനസ് ES2 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി ഇതിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ES1 ആയിരിക്കും കൂടുതൽ വരിക. സോ ES1 മൈനസ് ES2 എന്ന് പറയുന്ന റിസൾട്ടിൽ നമുക്ക് പോസിറ്റീവ് വോൾട്ടേജ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ നോക്കാം, നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞു. E0 ഈസ് ഈക്വൽ ടു ES1 മൈനസ് ES2 ആണ് ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ. E0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് EMF ആൻഡ് ES1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ EMF ഓഫ് കോയിൽ 1 ആൻഡ് കോയിൽ 2ൻ്റെ ES2. ഓക്കെ, ഇനി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. കോറ് സെൻട്രലാവുന്ന കേസ്, കോറ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന കേസ്, കോറ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന കേസ്. ഓക്കെ, ഇനി ബേസിക് കൺസ്ട്രക്ഷൻ. ദ ട്രാൻസ്ഫോമർ കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ പ്രൈമറി വൈൻഡിങ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കേസിൽ കാര്യം നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ആനിമേഷൻ ഇട്ടത്. നിങ്ങൾക്കത് തിയററ്റിക്കലി എഴുതണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് പറയാം. The transformer consists of single primary winding P. ഒരു സിംഗിൾ പ്രൈമറി വൈൻഡിങ് ഉണ്ട്, രണ്ട് സെക്കൻഡറി വൈൻഡിങ്സ് ഉണ്ടാവും, S1 ആൻഡ് S2 എന്ന് പറയുന്ന രണ്ട് കോയിൽസ് wound on a cylindrical former. ഒരു സിലിണ്ടറിക്കൽ ഫോർമറിൽ അത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. Then the two secondaries have equal number of turns and are identically placed on either side of the primary winding in opposite direction. Opposite directionലായിരിക്കും രണ്ടും ഉണ്ടായിരിക്കുക. ഈ ഒരു ഫിഗർ വെച്ചിട്ട് വേണം നിങ്ങൾ എക്സ്പ്ലനേഷൻ പോകുമ്പോൾ ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ പ്രൈമറി വൈൻഡിങ് ഉണ്ടായിരിക്കും. ദെൻ S1 ആൻഡ് S2 രണ്ട് സെക്കൻഡറി വൈൻഡിങ്ങും നമ്മൾ ഇത് ഒരു റൗണ്ടഡ് ഷേപ്പാണ്, നമ്മളത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരത്തി വെച്ചതാണെന്ന് മാത്രം. ഈ ഒരു സെൻട്രൽ ആം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. പ്രൈമറി വൈൻഡിങ്ങിൻ്റെ അവിടെയാണെന്നുണ്ടെങ്കിൽ ES1 ഈസ് ഈക്വൽ ടു ES2 ആയിരിക്കും. S2ൻ്റെ അങ്ങോട്ട് പോകുന്ന സമയത്ത് S2 ആയിരിക്കും ഗ്രേറ്റർ, സോ ഇറ്റ് പ്രൊഡ്യൂസ് ദ നെഗറ്റീവ് റിസൾട്ട്. ആൻഡ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് S1 ആയിരിക്കും ഗ്രേറ്റർ, സോ ഇറ്റ് പ്രൊഡ്യൂസ് ദി പോസിറ്റീവ് വോൾട്ടേജ്. ഓക്കെ, ഈ സെയിം ഫിഗർ തന്നെയാണ്, അതിൽ നമ്മൾ ഒന്നും കൂടി എലാബറേറ്റ് ചെയ്ത് വരച്ചു എന്ന് മാത്രം. ഓക്കെ, നമുക്ക് ഏതാണോ കംഫർട്ടബിൾ ആ രീതിയിലുള്ള ഇത് വരയ്ക്കുക. ഇവിടെ ഒരു AC പവർ നമ്മൾ പ്രൈമറി കോയിലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ES1 ആൻഡ് ES2, S0 S1 എന്നുള്ള കോയിൽ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ദെൻ സെൻട്രൽ ആം ഉണ്ടായിരിക്കും, സെൻട്രൽ കോർ ഉണ്ടായിരിക്കും, അത് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇലക്ട്രിസിറ്റി വാരി ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളൊന്ന് ടേംസ് ആക്കി എഴുതിയതാണ്. The transformer consists of primary windings and two secondary windings, S1 and S2, wound on a cylindrical former. Okay, then both the secondary winding have equal number of turns and we place them on either side of primary winding. The primary winding connected to AC source which produce the flux in the air gap and voltages are induced in secondary windings. A movable soft iron core is placed inside the former and displacement to be measured is connected to the iron core. Both the secondary windings are connected in such a way that the resulted output is the difference between the voltage of two windings. Okay, then അതിൻ്റെ 3 കേസസ് ആയിരിക്കും ഉണ്ടാവുക. in order to 3 കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സെൻട്രൽ ആവുന്ന സമയത്ത്, റൈറ്റിലേക്ക് പോകുന്ന സമയത്ത്, അതേപോലെ തന്നെ ലെഫ്റ്റിലേക്ക് പോകുന്ന സമയത്ത്. നൾ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ പൊസിഷൻ, രണ്ടിലും ES1 ആൻഡ് ES2 സെയിം ആയിരിക്കും. ദെൻ E0 എന്ന് പറയുന്നത് 0 ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെയാണെന്നുണ്ടെങ്കിൽ റൈറ്റിലേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ES1 ഗ്രേറ്റർ ദാൻ ES2. ES1 ആയിരിക്കും കൂടുതൽ, ES2 കുറവായിരിക്കും, ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ് ദി നെഗറ്റീവ് റിസൾട്ട്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ കേസ് 3 ആണെന്നുണ്ടെങ്കിൽ ES1ൻ്റെ അങ്ങോട്ട് മൂവ് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് ഇറ്റ് പ്രൊഡ്യൂസ് ദി പോസിറ്റീവ് വോൾട്ടേജ്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ഓവറോൾ ആക്കി എഴുതിയതാണ്. ഫ്ലെക്സ് ലിങ്ക്ഡ് ഇൻ ദ ബോത്ത് the secondary windings is equal, so the induced EMF is equal to both the windings E1 and E2. E out is equal to 0. No display. രണ്ടിലും സെയിം ആവുമ്പോൾ നോ ഡിസ്പ്ലേ. E1 ES1 മൈനസ് ES2 എന്നുള്ള ഇക്വേഷനിൽ രണ്ടും രണ്ടും 5 പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 5 - 5 അല്ലേ? അപ്പോൾ എന്താവും? റിസൾട്ട് 0 ആവും. ഇനി മൂവ് ഇൻ ടു ദ നൾ പൊസിഷൻ. when for move upward of the null position, അപ്വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന കേസ്, ദെൻ E1 ഈസ് ഗ്രേറ്റർ ദാൻ E2. E1 ആയിരിക്കും കൂടുതൽ, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന കേസാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. കേസ് 2 അങ്ങനെ വരുന്ന സമയത്ത് ഈ ഔട്ട് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആയിരിക്കും. കേസ് 3 ആണെങ്കിൽ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന കേസ്, അവിടെ ഈ ഔട്ട് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വോൾട്ട് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി LVDTനെ നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് പറയാനുള്ളത്. ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് നോക്കാം. ഇത് നമ്മൾ പറഞ്ഞു സെൻട്രലാവുന്ന സമയത്ത് ദ റിസൾട്ട് ഈസ് 0. അതേപോലെ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ നെഗറ്റീവ് വോൾട്ട്, ദെൻ ലെഫ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് വോൾട്ടേജും ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിൽ ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്തിട്ടാണ് വരച്ചിട്ടുള്ളത്. ഇവിടെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നതും ഇങ്ങോട്ട് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നതും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ ദ വാല്യൂ ചേഞ്ചിങ് ഫ്രം ഇങ്ങനെ 0 മുതൽ ഇങ്ങനെ അപ്വേർഡായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ദെൻ ഇവിടെയാണെന്നുണ്ടെങ്കിൽ 0 മുതൽ നെഗറ്റീവ് സൈഡിലേക്ക് അപ്വേർഡായിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ ഇൻക്രീസ് ചെയ്താണ് ഇവിടെയും പോകുന്നത്. ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് സൈഡാണ്, ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ് വരുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളിപ്പോൾ ഒരു സെൻട്രൽ ഷാഫ്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനനുസരിച്ച് പോസിറ്റീവ് വോൾട്ട് ഇലക്ട്രിസിറ്റീൻ്റെ പോസിറ്റീവ് ചാർജ് കൂടുന്നതും അതേപോലെ തന്നെ നെഗറ്റീവ് ചാർജിലേക്ക് പോകുന്നതുമാണ് ഇവിടെ ഈ ഗ്രാഫ് യൂസ് ചെയ്തിട്ട് കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. അതിനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ പേജ് ആക്കിയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കാം. അഡ്വാൻറ്റേജ് ഹൈ റേഞ്ച് ആയിരിക്കും. മെഷർമെൻറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം 1.25 mm to 250 mm. ഇതിൻ്റെ ഹൈ റേഞ്ച് ആണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ദെൻ നോ ഫ്രിക്ഷണൽ ലോസസ്, ദെൻ ഹൈ ഇൻപുട്ട് ആൻഡ് ഹൈ സെൻസിറ്റിവിറ്റി about 40 millimeter, and low power consumption and direct conversion to electrical signal. ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ LVDT ഗെറ്റ് എഫക്റ്റഡ് ബൈ വൈബ്രേഷൻസ് ആൻഡ് ടെമ്പറേച്ചറും വൈബ്രേഷനും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് LVDTനെ എഫക്റ്റീവ് ആവും. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ആൾസോ ബി എഫക്റ്റഡ്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് വന്നു കഴിഞ്ഞാലും അത് ഈ ഒരു LVDTനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസിൽ നമുക്ക് പറയാനുള്ളത്. ഈ കാര്യം തന്നെയാണ് നമ്മളിവിടെയും സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കമ്പൈൻ ചെയ്ത് എഴുതിയെന്ന് മാത്രം. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് RVDT നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.